ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് എം ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം നമ്മളൊരു അഡീഷണൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് സെൻറ്റർ സ്റ്റാൻഡ് കിട്ടുക, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് സ്റ്റാൻഡ് ഇട്ടത്. എന്നിട്ട് ജസ്റ്റ് ന്യൂട്രലാക്കിയിട്ട് ഇതുപോലെ വീലൊന്ന് തിരിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പാത്രം എടുക്കുക. ഞാൻ ചിരട്ടയാണ് ഇട്ടെടുത്താണ്. എന്നിട്ട് അതിൽ കുറച്ച് ഡീസൽ ഒഴിച്ചിട്ടുണ്ട്. ഡീസൽ ഒഴിച്ച് ഞാൻ ഒരു 50 രൂപയ്ക്ക് മേടിച്ച ഡീസലാണ് കേട്ടോ. 50 രൂപയ്ക്ക് ഡീസൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് തന്നെ എല്ലായിടത്തേക്കും എത്തണം, ഡീസൽ എത്തണം. മൊത്തം റൊട്ടേറ്റ് ചെയ്ത് ഡീസൽ എത്തിച്ചു കൊടുക്കുക. അതുപോലെ സ്പ്രോക്കറ്റിലും ഇതേപോലെ തന്നെ ഡീസലാക്കി കൊടുക്കുക. വീലിലേക്ക് ലൂബ് തെറിച്ചിട്ടുണ്ടാവും മുന്നത്തെ, അതൊക്കെ ഈ ഡീസലൊരു തുണി മുക്കിയിട്ട് തുടച്ച് അതിൻ്റെ ഒപ്പം തന്നെ കളയുക. നല്ല ക്ലീനായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീലൊക്കെ നന്നായി തുടക്കുക. അത് കഴിഞ്ഞിട്ട് ചെയിൻ ഇതുപോലെ ആ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഫുൾ അഴുക്കും പഴയ ലൂബ് പൊടി കാര്യങ്ങളൊക്കെ ഈ തുണിയിൽ പോരും. മൊത്തം അതുപോലെ തുടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു 8-ൻ്റെ ടീസ്പാനർ എടുക്കുക. ഫ്രണ്ടിലെ സ്പ്രോക്കറ്റിൻ്റെ ക്യാപ്പ് അഴിക്കുക. അതിന് ഈ 2 നെറ്റ് ബോൾട്ട് ഉണ്ട്. ഫസ്റ്റ് നെറ്റ് ബോൾട്ട് അഴിച്ചു. അത് കഴിഞ്ഞ് താഴെ അതുപോലെ തന്നെ ഒരു നെറ്റ് ബോൾട്ട് വരുന്നുണ്ട്, അത് അഴിച്ചെടുക്കുക. അപ്പോൾ ക്യാപ്പ് ഇങ്ങോട്ട് റിമൂവ് ആക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കുറേ നാളായി ക്ലീൻ ചെയ്തിട്ടോ ഇരിക്കണണ്ട അഴുക്കണ്ട. അപ്പോൾ ആരും ഇത് പെട്ടെന്ന് നോക്കാറൊന്നുമില്ല. അപ്പോൾ ബാക്കിലെ സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് വിടണം. ഇതിപ്പോൾ ഞാൻ മുന്നത്തെ പ്രാവശ്യം മിസ്സായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്, ടൈം കിട്ടിയില്ല. അത് കാരണമാണ് ഇത്ര അഴുക്ക് വന്നത്. അതുപോലെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ട മൊത്തം അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്ക് ഡീസൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. എനിക്ക് വരുന്നെങ്കിൽ പഴയ ലൂബ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നത് കേട്ടോ. മൊത്തം അഴുക്ക്, ലൂബിൻ്റെ കൂടെ മണ്ണ് കാര്യങ്ങളൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. നല്ല ഒന്നാമതര അഴുക്കായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുറന്നപ്പോൾ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് മിസ് ചെയ്യാണ്ട് നന്നായി വൃത്തിയാക്കാൻ ശ്രമിക്കുക. ബാക്കിലെ സ്പ്രോക്കറ്റ് മാത്രമല്ല ഫ്രണ്ടിൽ സ്പ്രോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഡീസലൊക്കെ ഇട്ട് നല്ല ക്ലീൻ ആക്കുക. സ്റ്റാൻഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ലൂബ് തെറിച്ചിരിക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. സെൻസറിൻ്റെ അവിടെയൊക്കെ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ അഴുക്ക്. നോക്കി ഇഷ്ടം പോലെ അഴുക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. നിങ്ങൾ ആ സെൻസറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞത് ഇതുപോലെ ഒന്ന് തുണി വെച്ച് തുടച്ച് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് മൊത്തം ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ തുണിയിൽ തന്നെ പകുതി അഴുക്ക് ഇങ്ങോട്ട് പോരും. മണ്ണും കാര്യങ്ങളൊക്കെ ആ തുണി കൂടെ ഇങ്ങോട്ട് പോരും. നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുക. കണ്ടോ, പക്ക ക്ലീനായി. ഇപ്പം പക്ക നീറ്റ് സാധനമായി. ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് ചെയിൻ ക്ലീൻ ചെയ്യരുത്. ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഒരുപാട് പേർക്ക് വിരൽ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാതിരിക്കുക. ഇതിന് പോയി അഴുക്കണി കാണുന്നത് കേട്ടോ. ഇത്ര അഴുക്ക് ഫ്രണ്ടിലുണ്ടായിരുന്നു ഞാൻ പോലും വിചാരിച്ചില്ല. ഇത്രയ്ക്ക് അധികം അഴുക്കണം ഫ്രണ്ടിൽ നിന്ന് കിട്ടിയത്. അടുത്ത് നമ്മൾ ലൂബ് ചെയ്യാൻ പോകുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോട്ട്യൂളിൻ്റെ ട്യൂബ് ടൈപ്പ് ലൂബാണ്. സ്പ്രേ അല്ല, ഇത് പേസ്റ്റ് ടൈപ്പാണിത്. കിഡിലൻ സാധനമാണ്, നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ. എനിക്ക് ഇത്ര നാൾ ഉപയോഗിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി സാധനം മോട്ട്യൂളിൻ്റെ ഈ പേസ്റ്റ് ടൈപ്പ് ലൂബ്. ഒരു രക്ഷയില്ല, സാധനം അടിപൊളിയാണ്, വാട്ടർ പ്രൂഫാണ്. ചെയ്യാൻ അടുത്ത പ്രാവശ്യം ക്ലീൻ ചെയ്യണത് വരെ ഈ ലൂബ് ചെയ്യലുണ്ടാവും. സ്പ്രേ ചെയ്തിട്ടുള്ള ലൂബിനേക്കാൾ അടിപൊളി ക്വാളിറ്റിയിൽ ഈ ഒരു ലൂബ് ചെയ്യലുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊത്തം സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തണണ്ട. ചുറ്റും കവർ ചെയ്ത് 360 ഡിഗ്രിയിൽ കവർ ചെയ്ത് ഈ പേസ്റ്റ് കവർ ചെയ്തെടുക്കണം. ഈ സാധനം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്ക് കേട്ടോ. കിട്ടില്ല സാധനമാണ്, ഒരു രക്ഷയില്ല, പൊളി സാധനമാണ്. അതായത് നമ്മൾ ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുക. ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു വൈറ്റ് കളറായിരിക്കും. ശരിക്കും നമുക്ക് ആ ലൂബ് തിരിച്ചറിയാൻ പറ്റും വണ്ടിയിൽ ചെയ്യലുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചെയിൻ ക്ലീനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.